നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. എന്ത് കാര്യങ്ങളും പറയാം. അപ്പോൾ വാഹനത്തിൻ്റെ ഗുണദോഷങ്ങൾ, സർവീസിൻ്റെ ഗുണദോഷങ്ങളെല്ലാം സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ നമ്മൾ വലിയ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്ന വളരെ നല്ല ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകളെ പലപ്പോഴും കാണാറുണ്ട്. ഇതെപ്പോഴും അവരുടെ പരമ്പരാഗത സ്വത്ത് കൊണ്ടോ അല്ലെങ്കിൽ അവർ പണിയെടുത്ത സ്വത്ത് കൊണ്ടോ മാത്രമാകണമെന്നില്ല. അവർ മുമ്പ് പണിയെടുത്തുണ്ടാക്കിയ സ്വത്തിൻ്റെ ഒരു ഭാഗം വളരുന്ന രീതിയിൽ നിക്ഷേപിച്ചുകൊണ്ടാവാം അവരങ്ങനെ ധനികരായിട്ട് തുടരുന്നത്. നമ്മൾ പണം വെറുതെ കയ്യിൽ വെച്ചിരുന്നാൽ വളരില്ല. അത് വളരുന്ന സ്ഥലത്ത് നിക്ഷേപിക്കുകയാണ് വേണ്ടത്. നിക്ഷേപം തുടങ്ങുന്ന സമയത്ത് പലർക്കും സ്വാഭാവികമായിട്ടും പേടിയുണ്ടാകും. നിക്ഷേപിച്ച പണം പോകുമോ, റിസ്ക് എടുക്കണോ തുടങ്ങിയ ഒരു ആശങ്കകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് നിക്ഷേപിച്ച പണം ഒരു രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന 100% ഉറപ്പോടെ, എന്നാൽ മാർക്കറ്റ് കയറുന്നതിനനുസരിച്ച് ലാഭം കിട്ടാനുള്ള രീതിയിലുള്ള നിക്ഷേപമായി ഇപ്പോൾ വന്നിരിക്കുകയാണ് ആക്സിസിൻ്റെ മാക്സ് ലൈഫ്. അവരുടെ NFO ഇന്ത്യ കൺസംഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ഒക്ടോബർ 26-ാം തീയതി വരെ മാത്രമേ ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുള്ളൂ. അതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ഇവിടെ NAV 10 രൂപയാണ്. ആക്സിസ് മാക്സ് ലൈഫ് തന്നെ 2008 ലോഞ്ച് ചെയ്ത ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ 7 വർഷത്തിൽ 22.7% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ബാങ്കൊക്കെ 5-6% വരെ മാത്രം റിട്ടേൺ നൽകുന്ന സ്ഥാനത്താണ് ഇത്രയും വലിയ റിട്ടേൺ കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൂടാതെ ഇവിടെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവർ ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ നിക്ഷേപിച്ചാൽ 2 കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയുടെ അവസാന തീയതി ഒക്ടോബർ 26 വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനും കഴിയും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കുന്നതാണ്. വേണമെങ്കിൽ അവരുടെ ഏജൻറ്റ് വീട്ടിൽ വന്ന് നേരിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന റോയൽ എൻഫീൽഡിൻ്റെ സ്ക്രാം 440യുടെ ഓണറിനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രോഗ്രാമിൽ ഇതുവരെ സ്ക്രാം വന്നിട്ടില്ല. നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്ത ഒരു വീഡിയോ അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഇതിനെപ്പറ്റി ലഭ്യമല്ല. നമസ്കാരം. നമസ്കാരം. പേര്? മിഥുൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഡെന്റിസ്റ്റാണ്. ക്ലിനിക് ഉണ്ട് ഇവിടെ, പുത്തൻകുരിശ് ചൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലം. ശരി. അവിടെയാണോ നാട്? മാമലയാണ്, തിരുവാങ്കുളം, മറ്റേ ചോറ്റാനിക്കര പോകുന്ന സ്വന്തം ക്ലിനിക്ക്. സ്വന്തം ക്ലിനിക്. ശരി. അപ്പം ഈ മാമലയിൽ ദിവസം പോയി വരാനാണോ അത് ഉപയോഗിക്കുന്നത്? അധികം ഇടയ്ക്ക് യൂസ് ചെയ്യും. പിന്നെ കൂടുതലും മോർണിംഗ് റൈഡ്സ് എനിക്കുണ്ട്. എനിക്കതൊരു പല്ല് തേക്കുന്ന പോലെയും കുളിക്കുന്ന പോലെ എല്ലാ ദിവസവും എല്ലാ ദിവസവും 25 to 30 കിലോമീറ്റേഴ്സ് എല്ലാ ദിവസവും. ആ സൈഡ് നല്ല രസം ഓടിക്കാൻ. നമുക്ക് കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്യുന്ന അറിയില്ല. ക്രോം സൈഡൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള നല്ല പച്ചപ്പ്. എത്ര കാലം ഇപ്പോൾ എടുത്തിട്ട്? ഇതിപ്പോൾ 3 മാസമായി എടുത്തിട്ട്. പൊതുവേ നമ്മൾ ഈ സ്ക്രാം 440 എടുത്തവരെ അധികം കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിയത്? ആക്ച്വലി ആൾക്കാർക്ക് അറിയാൻ പാടില്ലാത്തൊരു സെഗ്മെന്റാണ് സ്ക്രാംബ്ലേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രാക്ടിക്കലി നല്ല വണ്ടികൾ സ്ക്രാംബ്ലേഴ്സ് ആണ്. എന്താണ് അതെന്ത് കാരണം? ഒന്ന് 1917 വീലിന്റെ ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മൾട്ടിപർപ്പസ് യൂസിനും പറ്റും. അതായത് സിറ്റി കമ്മ്യൂട്ടിംഗ് ആണെങ്കിലും പോസിബിൾ ആണ്, പിന്നെ ഹൈവേ ടൂറിംഗ് ആണെങ്കിലും. ഇപ്പം ഞാനൊരു റൈഡ് എന്ന് പറയുന്നത് ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ വഴി അങ്ങനെ കറങ്ങി വന്നായിരുന്നു. അത് മാത്രമേ അടിക്കാനുള്ള സമയം കിട്ടിയുള്ളൂ. ഇപ്പം നെക്സ്റ്റ് മന്ത് മുതൽ റൈഡ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമുക്ക് ലോങ് ടൂറിങ്ങിന് ആണെങ്കിലും നല്ലതാണ്. മൈൽഡ് ടു മോഡറേറ്റ് ഓഫ് റോഡിങ്ങും ഇതിനകത്ത് പോസിബിൾ ആണ്. അതായത് പഴയ ഹിമാലയൻ 411 ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 75% പണിയും ചെയ്യും. പക്ഷെ അത്ര സീറ്റ് ഹൈറ്റ് ഇല്ല, കുറച്ചും കൂടെ നമുക്ക് അത്ര ഇന്റിമിഡേറ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കുറച്ചും കൂടെ മാനേജബിൾ ആണ്. ഇപ്പം എൻ്റെ ഒരു ഹൈറ്റിനൊക്കെ ഉള്ള ആൾക്ക് ഭയങ്കര എളുപ്പത്തിൽ കണക്ട് ആവും. പിന്നെ 190 mm സസ്പെൻഷൻ ട്രാവൽ എനിക്ക് എക്സ്പൾസ് ഉണ്ടായിരുന്നു, സ്റ്റോക്ക് മറ്റേ 4 വാൽവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും സെയിം സസ്പെൻഷൻ ട്രാവലാണ് ഇതിനും വന്നേക്കുന്നത്. 190 തന്നെ അതിനും ഉള്ളത്. റാലി അല്ല, നോർമൽ പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വേറെ സ്ക്രാംബ്ലേഴ്സ് ഏതെങ്കിലും ഓടിച്ചു നോക്കിയത്? ഇപ്പം ഞാൻ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ ഓടിച്ചു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കുറച്ചും കൂടെ സ്മൂത്തർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഈ എൻജിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ 440 എൻജിൻ എന്ന് പറയുന്നത്. കാരണം ആ 411ൻ്റെ നല്ല വശങ്ങൾ അവർ റീറ്റെയിൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഉള്ള എല്ലാ കുഴപ്പങ്ങളും അവർ കംപ്ലീറ്റ് ആയിട്ട് പരിഹരിക്കുകയും ചെയ്തു. അത് മിക്കവർക്കും അറിയില്ല. ഈ വണ്ടി ഓടിച്ചു നോക്കിയ ഒരാൾ പോലും അത് ഇഷ്ടപ്പെടാതിരുന്നിട്ടില്ല. ആൾക്കാർക്ക് എല്ലാവരും ബിഗ് ബൈക്കിൻ്റെ പുറകെ ആയതുകൊണ്ട് അതിലേക്ക് അങ്ങ് പോകും, 450 അങ്ങനെയുള്ള വണ്ടികളിലേക്ക് പോകും. ശരിക്കും ഈ എഞ്ചിൻ വെച്ചിട്ട് ആ ഒരു പഴയ ആ 411ൻ്റെ ഡിസൈനിൽ ആ വണ്ടി ഇപ്പോൾ ഇറക്കിയിരുന്നെങ്കിൽ മാർക്കറ്റ് പിടിച്ചാണ്. എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? എന്താ? ബോട്ടം ആൻഡ് ടോക്ക് നിർത്തിക്കഴിഞ്ഞാൽ 4ാമത്തെ ഗിയറിലാണെങ്കിലും സാധനം. ശരി.
ബോത്ത് ഗിയറിൽ. അത് തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് അധികം ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സിറ്റി ട്രാഫിക്കിലൊക്കെ ഭയങ്കര സുഖമായിട്ട് ഓടിക്കും. പിന്നെ അതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു 70-90ക്ക് ഇടയിൽ ഭയങ്കര രസം അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെയോ ബ്രേക്കിംഗ് പോലുള്ള കാര്യങ്ങൾ? ബ്രേക്കിങ്ങും ബെറ്റർ ആയിട്ടുണ്ട്. അതിൻ്റെ പറയുന്നത് അതിൻ്റെ സിലിണ്ടറിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട് കാലിപ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഡൗൺ സൈഡ് പറയാനുള്ള ലൈറ്റാണ്. ആണല്ലേ? ഷോക്കാണ്. കാരണം എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡിന് എല്ലാ വണ്ടിയിലും കൊടുത്തേക്കുന്ന അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇതിനകത്ത്. നമുക്ക് നേരെ ഫ്രണ്ടിലുള്ള കുഴി കാണാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഓക്സ് ലൈറ്റ്സ് വെച്ചിരിക്കുന്നത്. പഴയ പ്രശ്നങ്ങളൊക്കെ ഇപ്പം എൻഫീൽഡിന്റെ പഴയ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, ഹീറ്റിംഗ് ഇഷ്യൂ, അതുപോലെ വൈബ്രേഷൻ, അതൊക്കെ എങ്ങനെയുണ്ട്? വൈബ്രേഷൻ തീരെ ഇല്ല. ഇത് റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ള സിംഗിൾ സിലിണ്ടേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിഫൈൻഡ് എഞ്ചിനാണ്. പിന്നെ 350 ജെ സീരീസ് നല്ലതാണ്. പറഞ്ഞത് കുറച്ചും കൂടെ ഹയർ CC പറയുവാണെങ്കിൽ 450 ഹിമാലയനേക്കാളും സ്മൂതർ എഞ്ചിനാണ്. ബഹളമൊന്നുമില്ല. എന്ത് വിലയായി ഓൺ റോഡ്? ഓൺ റോഡ് 3 ആയി. ഇപ്പൊ GST മാറിയതിനു ശേഷം എനിക്കറിയില്ല, റേറ്റ് അറിയില്ല. അപ്പം E20 ഫ്യൂവൽ ഒക്കെ കമ്പാറ്റബിൾ ആണെന്ന് എഴുതിയേക്കുന്നത്. എനിക്ക് മൈലേജും അത്യാവശ്യം കിട്ടും. ഒരു 35 to 36 മൈലേജും ഉണ്ട്. ഞാനൊരു മറ്റേ സിംഗിൾ ബൈക്ക് ഗറാജ് കോൺസെപ്റ്റിൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് ഒരു വണ്ടിയിൽ എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റണം. അതിന് തൊട്ട് മുമ്പ് ഏത് വണ്ടിയായിരുന്നു? ഇതിന് തൊട്ട് മുന്നേ 2 വണ്ടി ഉണ്ടായിരുന്നു. ഒന്ന് ഇന്റർസെപ്റ്റർ 650 ഉണ്ടായിരുന്നു, പിന്നെ എക്സ്പൾസും ഉണ്ടായിരുന്നു. ശരി. ഈ എക്സ്പൾസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ലീഗ് ആണല്ലോ. എങ്ങനെ, എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം? എനിക്ക് ഇന്റർസെപ്റ്റർ നല്ല വണ്ടിയായിരുന്നു കേട്ടോ. ഇന്റർസെപ്റ്റർ റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ളതിൽ ദ ബെസ്റ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഞാൻ കരുതുന്ന ഇപ്പോഴും 650 പാരലൽ ട്വിൻ തന്നെയാണ്. പിന്നെ അത് ഹൈവേ ഫോക്കസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിനെ ഞാനപ്പോൾ ഈ കൂടുതലും എക്സ്പ്ലോറേഷൻ, അതായത് കുറച്ച് ബാഡ് റോഡ്സ് ഒക്കെ കൊണ്ട് കയറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു, ഒന്നാമത് ഹെവിയാണ്, പിന്നെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ തന്നെ അതിന് ഡാമേജസും കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ എക്സ്പൾസ് എടുത്തത്. ഇന്റർസെപ്റ്റർ ഉള്ള സമയത്ത് തന്നെയാണ് എക്സ്പൾസ് എടുക്കുന്നത്. അപ്പോൾ എക്സ്പൾസ് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ റൈഡ്സ് മുഴുവൻ അതിലേക്ക് പോയി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഡൗൺ സൈസിങ്. ആ വലിയ ഹെവി വണ്ടിയിൽ നിന്നും പെട്ടെന്നൊരു ലൈറ്റർ വണ്ടി വന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ സുഖമായി. അപ്പോൾ എൻ്റെ റൈഡ്സ് അങ്ങ് ഇരട്ടിച്ചു. ഇന്റർസെപ്റ്റർ ഇപ്പോൾ ഒരു മാസം ഒരു 1000 കിലോമീറ്റർ ആയിരുന്നെങ്കിൽ എക്സ്പൾസിൽ ഞാൻ 2000 കിലോമീറ്റർ ക്ലോക്ക് ചെയ്യായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ മൈലേജും ഉണ്ടായിരുന്നു വണ്ടിക്ക്, പിന്നെ മെയിൻ്റനൻസും റണ്ണിങ് കോസ്റ്റ് കുറവാണ് എക്സ്പൾസ്. അപ്പം അത് കാരണം കൂടുതൽ യൂസേജ് അതിന് വന്നു. അപ്പോൾ ഇന്റർസെപ്റ്റർ അധികം ഉപയോഗിക്കാതെയായി. അപ്പം അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. അതെനിക്ക് അങ്ങനെ വണ്ടി വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഉപയോഗം കുറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ അത് കൊടുത്തു. എത്ര ഈ റൈഡൊക്കെ പോയിരിക്കുന്ന ഏറ്റവും ദൂരെ എവിടെ വരെയൊക്കെയാണ്? ഞാൻ കൂടുതലും മോൺസൂൺ റൈഡ്സാണ് പോകുന്നത്. അപ്പോൾ അത് കാരണം കൂടുതലും കർണാടക ഫോക്കസ്ഡ് ആയിട്ടാണ്. കർണാടകമാണ് മഴ പെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ആ ഗാർഡ് സെക്ഷൻ, വെസ്റ്റേൺ ഗാർഡ്സ് ഭയങ്കര ഭംഗിയാണ്. അപ്പം ഞാനിപ്പോൾ ഇനി നെക്സ്റ്റ് മന്ത് ഒരു ഹംപി ബദാമി വഴി നമ്മുടെ മോട്ടോവേഴ്സ് നടക്കുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്തിട്ട് കറങ്ങി വരാൻ, അതും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കർണാടകയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാം കവർ ജോഗ് ഫോൾസ് എല്ലാം ചെയ്തു. ജോഗ് ഫോൾസ് 2 പ്രാവശ്യം, പിന്നെ അഗുംബെ, അതേപോലെ തന്നെ പിന്നെ ചിക്മംഗ്ലൂരും മറ്റേ താഴോട്ടുണ്ടല്ലോ സക്ലേഷ്പൂർ, അതൊക്കെ ഞാൻ സ്ഥിരം പോകുന്നതാണ്. എല്ലാ വർഷവും ഒരു 2 റൈഡ് വെച്ചിട്ട് കർണാടക. ഇനി അടുത്ത വർഷം മുതൽ മഹാരാഷ്ട്ര ആക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഇതിന് ഈ സ്കാമിന്റെ ഒക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടോ? ഇല്ല. ഞാനിപ്പോ ഒറ്റയാനായി മാറി. പണ്ടായിരുന്നു കൂട്ടം കൂടിയുള്ള റൈഡുകൾ കൂടുതലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ സോളോ ആണ് കൂടുതലും. അറ്റ്ലീസ്റ്റ് ലോക്കൽ റൈഡ്സ് ഒക്കെ സോളോ ആയി. അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ. ഇതല്ലാതെ ഇപ്പം ബൈക്കുകളെ ശ്രദ്ധിക്കുന്ന ആളെന്നല്ല എനിക്ക് അടുത്ത കാലത്ത് കണ്ടതിൽ കണ്ണിപ്പെട്ട ഒരു ബൈക്ക് അതാ കൊള്ളാമല്ലോ എന്ന് തോന്നിയത് ഒന്ന് മറ്റേ ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ നല്ലതാണ്. പിന്നെ എനിക്ക് അതിൻ്റെ സർവീസിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. പലതും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ അതൊന്നും മടിച്ചു നിന്നത്. പിന്നെ റോയൽ എൻഫീൽഡ് നമുക്ക് സുഹൃത്തുക്കളുണ്ട്, ബ്രാഞ്ച് സ്റ്റോറിലൊക്കെ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ എടുത്താണ്. പിന്നെ വേറെ വണ്ടി 450 ഹിമാലയൻ നല്ലതാണ്, നല്ല സസ്പെൻഷനാണ്, ഷോവയുടെ സസ്പെൻഷനാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അത് ഭയങ്കര ബൾക്കിയാണ്. എനിക്ക് ഫ്രണ്ട് എൻഡ് ഹെവി ആയിട്ടുള്ള വണ്ടികളോട് എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഒരു സൈഡ് സ്റ്റാൻഡിൽ നിന്നൊക്കെ. ഞാനാണെങ്കിൽ ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ അത് കാരണം പോണ വഴിക്ക് ചിലപ്പോൾ ഞാനൊരു 10 പ്രാവശ്യം പോയിന്റ് A to പോയിന്റ് Bയുടെ ഇടയിൽ ഒരു 10 പ്രാവശ്യം ചിലപ്പോൾ നിർത്തിന്ന് വരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഹിമാലയൻ പോലത്തെ ബൾക്കി വണ്ടി എനിക്ക് നിർത്തി കയറാനായിട്ട് പാടാണ്. നമ്മൾ ടയർഡാവും അത് മാൻ ഹാൻഡിൽ ചെയ്തേ. അപ്പം അങ്ങനെയാണ് അത്. അപ്പോൾ എന്താണ് ഇതിനൊരു അപ്ഗ്രേഡ്? ഇനി എന്തായിരിക്കും?
ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി നോക്കിയിട്ട് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പവറും അങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്ഗ്രേഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ മേ ബി ഇനി അടുത്ത വണ്ടി ചിലപ്പോൾ ഇതേ കാറ്റഗറിയിലുള്ള വണ്ടി തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു മടുപ്പ് ഉണ്ടാവില്ല വണ്ടി അപ്പോഴത്തേക്കും പുതിയ പുതിയ വണ്ടികൾ വരും. അപ്പം ഞാൻ ചിലപ്പം പോകുന്നതും ഇതേ സി സിയിലോട്ട് തന്നെ ആയിരിക്കും, ഇതേ കാറ്റഗറിയിലോട്ട് തന്നെ ആയിരിക്കും. ഞാൻ ഒരിക്കലും മോർ പവർ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല, കാരണം ഓടിക്കാൻ സ്ഥലമില്ല ഒന്നാമത്. അപ്പോൾ എന്നാലും സ്കാമിൻ്റെ വളരെ സത്യസന്ധമായ റിവ്യൂ ആണ് നമ്മൾ കേട്ടത്. അധികം കേൾക്കാത്ത അധികം ഒരു വാങ്ങിക്കാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ റിവ്യൂ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആകെ ഒരു കുറവ് പറഞ്ഞത് ഈ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം മാത്രം. പക്ഷേ ലൈറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യാന്നല്ലാതെ വേറെ അവരെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം 3 ലക്ഷം രൂപയ്ക്കും 4 ലക്ഷം രൂപ ഇപ്പോൾ ഹിമാലയനിലും സെയിം ലൈറ്റ് തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് ഇതൊക്കെ ഇതിങ്ങനെ ഓഫ് റോഡും അല്ലെങ്കിൽ പിന്നെ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന വണ്ടികളായതുകൊണ്ട് അല്ല നല്ല ലൈറ്റ്. പിന്നെ ഒരു വളരെ സിംഗിൾ സിലിണ്ടർ തമ്പറാണ്, വലിയ പരിപാടികളൊന്നുമില്ല. ഇപ്പം എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ തന്നെ നമുക്ക് വരുന്ന ചെലവുകളും കുറവായിരിക്കും. ഒരുപാട് സെൻസേഴ്സും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്നാൽ താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ. അപ്പം ക്ലിനിക്കിൻ്റെ പേരെന്തായിരുന്നു? ജോബ്സ് ഡെന്റൽ സെന്റർ. ജോബ്സ് ഡെന്റൽ സെന്റർ. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോ, അവിടെ പല്ല് കാണിക്കാൻ പോകണമെങ്കിൽ. താങ്ക് യു. ഓക്കെ സാർ. അപ്പോൾ ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ട് ടോപ്പ് ഗിയർ എന്ന് പറയുന്ന മാഗസിൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ, അതായത് 2004 തൊട്ട് 2008 വരെ ആയിരുന്നു. ആ സമയത്ത് അവിടുത്തെ സിസ്റ്റത്തിൻ്റെ മെയിൻ്റനൻസിനൊക്കെ വന്നിരുന്ന രാജേഷാണ്. രാജേഷിനെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുകൂട്ടി വർഷങ്ങൾക്ക് ശേഷം അല്ലേ, ആഫ്റ്റർ 20 years ആണ് ഞങ്ങൾ കാണുന്നത്. കാണുമ്പോഴത്തേക്കും വളരെ അപൂർവമായൊരു വാഹനവും കയ്യിലുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമുക്കിന്ന് നമ്മുടെ റാപ്പിഡ് ഫെയറിൽ രാജേഷിനെ കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ ഇപ്പം? സുഖമായിട്ടിരിക്കുന്നു. പഴയ പോലെ തന്നെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മെയിൻ്റനൻസ് ആണ് മെയിനായിട്ട്. ഹാർഡ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ്. പിന്നെ അതിന്റെ കൂടെ നെറ്റ്വർക്കിങ്ങും അങ്ങനെയുള്ള പരിപാടികൾ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളൊക്കെ. പണ്ടത്തെ പോലെ തന്നെ ഫ്രീലാൻസ് തന്നെ? ഇപ്പോഴും ഫ്രീലാൻസ് ആയിട്ട് തന്നെ പരിപാടിയൊക്കെ മുന്നോട്ട് പോകുന്നു. അതോളാം. അപ്പോൾ രാജേഷെ കണ്ടപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു വണ്ടിയാണ് രാജേഷ്. ബെനേലി എന്ന് പറഞ്ഞു. ബെനേലി നിങ്ങളൊക്കെ വളരെ കുറച്ചുവരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബെനേലി കാരണം വളരെ കുറച്ചേ വിറ്റിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഡീലർഷിപ്പുകൾ പലപ്പോഴും പൂട്ടി പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ബെനേലിയുടെ ഒരു പ്രശ്നം. അത് എന്താ വെച്ചാൽ BS6 വന്നേ പിന്നെ ഇത് ഇന്ത്യയിലേക്ക് വണ്ടി കൊണ്ടുവന്നില്ല. പുറത്തൊക്കെ ഉണ്ട്, ഈവൻ നേപ്പാളിലും പാകിസ്ഥാനിലൊക്കെ വണ്ടി ഇപ്പൊ BS6 വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ ഒരു BS4 കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്നിട്ടില്ല ഈ വണ്ടി. വേറെ മോഡലൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. നമ്മളൊരു ബൈക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും മനസ്സിൽ വരാത്തൊരു പേരാ ബെനേലി. ഇതെങ്ങനെ രാജേഷിന്റെ മനസ്സിൽ വന്നു? എൻ്റെ മനസ്സിൽ വന്നു വെച്ചാൽ ഞാൻ സത്യത്തിൽ ഇത് സെക്കൻഡ് എടുത്താണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ കോരുത് ജോർജ്, പുള്ളിയുടെ വണ്ടിയായിരുന്നു. അപ്പം പുള്ളി അധികം ഓടിക്കാറൊന്നുമില്ല. അപ്പം പുള്ളി ഒരു എന്നോട് പറഞ്ഞു, രാജേഷിൻ്റെ താല്പര്യം എനിക്കറിയാം, അപ്പം അതുകൊണ്ട് ഞാനത് കൊടുത്താലും ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഞാൻ എടുത്താണ്. അപ്പം ബെനലി ഞാൻ ആദ്യമായിട്ട് ഓടിച്ച സൂപ്പർ ബൈക്ക് വർഷങ്ങൾക്ക് മുമ്പ് 2016 ഞാൻ ആദ്യമായിട്ട് ഓടിച്ച സൂപ്പർ ബൈക്ക് ഈ മോഡലായിരുന്നു. 600 ഫ്രണ്ടിന് വേണ്ടി എടുക്കാൻ പോയത്. പുള്ളി പിന്നെ ഡുക്കാറ്റി എടുത്തു. അപ്പം അങ്ങനെ ഓടിക്കാൻ വേണ്ടി കുറെ വണ്ടികളൊക്കെ ഓടിച്ചു നോക്കിയ കൂട്ടത്തിൽ ഫസ്റ്റ് ഓടിച്ച വണ്ടിയാണ്. 600cc ആണ്. 600 ഇൻലൈൻ 4. അപ്പൊ ഇത് ആദ്യം ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ പുള്ളിക്ക് എത്ര രൂപയായി കാണും? അന്ന് 8 രൂപ. 8 രൂപയല്ലേ? 8 ലക്ഷം രൂപയ്ക്ക് ബെനേലി വാങ്ങിച്ച ഗംഭീര ഒരു സംഭവമായിട്ട്. എന്താണ് ബെനേലിയോട് ആൾക്കാർ പുറംതിരിഞ്ഞ് നിൽക്കാൻ കാരണമായിട്ട് രാജേഷ് തോന്നിയിരിക്കുന്നത്? ബെനേലി വണ്ടി ഇതിന്റെ ഒരു മെയിൻ ഒരു പ്രോബ്ലം വെച്ചാൽ വണ്ടി നല്ല വെയിറ്റ് ആണ്. ഇത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. അത്ര ഈസി ആയിട്ട്, അതായത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വണ്ടികളെല്ലാം സെക്കൻഡാണ്. ഫസ്റ്റ് ഓണേഴ്സ് എല്ലാം വിറ്റു. അതിന്റെ കാര്യം ഇതാണ്, വണ്ടി നല്ല വണ്ടിയാണ്, പക്ഷെ കുറച്ച് നല്ല പ്രാക്ടീസ്. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 1 year എടുക്കും. ഇതൊന്ന് നന്നായിട്ട് അതിന് മുമ്പ് ആൾക്കാർ വിൽക്കും നന്നായിട്ട്. ഞാൻ റൈഡുകളൊക്കെ ഇഷ്ടംപോലെ പോകാറുണ്ട്, നമ്മുടെ സൂപ്പർ ബൈക്ക് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോയി നമുക്ക് എനിക്ക് നല്ല ഒതുങ്ങിയ വണ്ടിയാണ്. എനിക്ക് ഹാൻഡ്ലിങ് വലിയ കുഴപ്പമില്ലാത്ത, അത് ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഏത് വണ്ടി ഓടിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടി. എത്ര കിലോ ഉണ്ടാവും ഏകദേശം? ഇതൊരു 231 kg ആണ്. വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ സർവീസ് കിട്ടുന്നുണ്ടോ? സർവീസ് നമ്മുടെ വൈറ്റിലേലി ഷോറൂം ഉണ്ട്. പിന്നെ ഇതിന്റെ ഞാൻ തന്നെയാണ് ചെയ്തത്. സർവീസ് ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. ഓയിൽ ചേഞ്ചിങ്, ജനറൽ സർവീസ് അല്ല. നമുക്ക് പറ്റാത്ത പരിധി മാത്രം അവിടെ കൊടുത്ത് ചെയ്യിക്കും. എന്താണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്ന സർവീസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഒക്കെ? ഇതിന് കംപ്ലൈൻറ്റ്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ എടുത്തിട്ട് 5 വർഷം ആവുന്നു. 5 വർഷം. ഇതുവരെ എനിക്ക് പ്രോബ്ലംസ് ഉണ്ട്. ചെയിൻ 2 പ്രാവശ്യം മാറ്റി. അതല്ലാതെ പിന്നെ ജനറൽ സർവീസ് മാത്രമേ ഉള്ളൂ. ഓയിൽ ചേഞ്ച്, ഫിൽട്ടർ ചേഞ്ച്, അങ്ങനെ ഉള്ള പരിപാടികൾ മാത്രമേ പോയിക്കോളും. പിന്നെ ഇടയ്ക്ക് കൂളൻ്റ് ഒന്ന് മാറ്റി കൊടുക്കുക. അതല്ലാതെ വേറെ പാർട്സ് ഒക്കെ വരും. എങ്ങനെയുണ്ട് മെയിൻ്റനൻസ് കോസ്റ്റ്? ഒക്കെ ഉണ്ട് അങ്ങനെ നോക്കും. മെയിൻ്റനൻസ് ഇപ്പോൾ സർവീസ് ഷോറൂമിലാണെങ്കിൽ 10,000 വരും ജനറൽ സർവീസിന്. നമ്മൾ ചെയ്യുമ്പോൾ ഒരു 3,500 ഒക്കെ ആവുള്ളൂ. ഓയിലൊക്കെ എനിക്ക് ഡീലർ പ്രൈസിൽ കിട്ടും.
അങ്ങനെ അതൊക്കെ കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ അടുത്ത് ഷോക്കൊക്കെ ഒന്ന് മാറി, അത് ഞാൻ ഷോക്ക് വേറെ ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചോ, ഒറിജിനൽ ഷോക്ക് തന്നെ കിട്ടി. നല്ല പ്രൈസ് വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ശരി. ഈ ഇന്ത്യൻ ബൈക്കുകൾ ഇതുമായിട്ട് എന്താണ് വ്യത്യാസം തോന്നുന്നത് ഈ ഒരു സെഗ്മെന്റിലെ ബൈക്കുകളുമായിട്ട് നോക്കുമ്പോൾ? വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സൂപ്പർ ബൈക്സ് ഇന്ത്യയിലില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വെയിറ്റ് നമ്മൾ ആദ്യം എടുത്തപ്പോൾ ഓർത്ത് എന്താ ഇത്ര വെയിറ്റ് ഇവർ വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് അത് മനസ്സിലായി എന്താ അതിൻ്റെ ഗുണമല്ല. നല്ല ഹൈ സ്പീഡിൽ പോകുമ്പോൾ വണ്ടി വളരെ സ്റ്റേബിളാണ്, നമുക്കൊരു ജെർക്കിങ് പോലും വരുന്നില്ല. എത്ര സ്പീഡിൽ വേണമെങ്കിലും ഞാനൊരു 200 വരെയൊക്കെ ഒരു 3-4 പ്രാവശ്യം ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അനങ്ങൂലുണ്ട്, നല്ല സ്റ്റേബിളായിട്ട് പോയി. ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്? ബ്രേക്കിംഗ് ഒക്കെ നല്ല ബ്രേക്കിംഗ്. പലരും പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് ബ്രേക്ക് അത്ര പാട്, നല്ല പാഡ് ഇടാഞ്ഞിട്ടാ. ഇതിന്റെ ഒറിജിനൽ പാഡാണ് കിടക്കുന്നത്, അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇതിന്റെ ഒറിജിനൽ പാഡ്. നല്ല ബ്രേക്കിംഗ് ആണ്, കടിച്ച് പിടിച്ച് നിൽക്കും. ബ്രേക്കിംഗ് ഒക്കെ പക്ക. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? എന്താ ഇതിന്റെ ഏറ്റവും ഇഷ്ടം ഇതിന്റെ സൗണ്ടാണ്. 600i എന്ന് പറഞ്ഞാൽ അതിന്റെ സൗണ്ടാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ ഹാൻഡ്ലിങ് നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാം, നന്നായിട്ട് കോർണർ ചെയ്യാം. അപ്പോൾ ഇത് സിറ്റി റൈഡിന് എങ്ങനെയുണ്ട്? സിറ്റി റൈഡ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. നമ്മുടെ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ വെയിറ്റ് ഉള്ള വണ്ടിയും കൊണ്ട് പോക്ക് പരവത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂടുതലും ഞാൻ ഹൈവേസും അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇടുക്കിയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ. ഇടയ്ക്കിടയ്ക്ക് പോകും, മിക്കവാറും സൺഡേസ് ഒക്കെ ഞങ്ങൾ പോകാറുണ്ട്. എത്ര ദൂരം വരെയൊക്കെ പോയിട്ടുണ്ട് റൈഡ്? ഇതും കൊണ്ട് ഞാൻ പോയിരിക്കും, ഞാനും ഡോക്ടറും കൂടെ ഞങ്ങൾ കൊടൈക്കനാൽ വരെ ഇതും കൊണ്ട് പോയിട്ടുണ്ട്. ശരി. കൊടൈക്കനാൽ വരെ പോയിട്ടുണ്ട്. പിന്നെ കമ്പംതേനി, മേഘമല അങ്ങനെയുള്ള റൂട്ടുകളാണ് കൂടുതൽ. ബാംഗ്ലൂരിൽ നിന്ന് പോകണമെന്നുണ്ട്, കാരണം മോള് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്കാണ് ഇടയ്ക്കൊന്ന് പോകാൻ വിചാരിച്ച്. മൈലേജിന് ഒരു 18-20 ഒക്കെ കിട്ടും. മറ്റേ ഹൈവേ ആണെങ്കിൽ ഒരു 22 വരെ മാക്സിമം കിട്ടിയിട്ടുണ്ട്. ആവറേജ് ഒരു 18-20. അല്ല, ഇൻലൈൻ 4 ആണ്, അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മൈലേജ് ആണ്. അതിന്റെ പവർ വെച്ച് നല്ല പവർ ഉണ്ട്. അപ്പൊ ഇപ്പൊ രാജേഷ് എടുത്തത് കുറഞ്ഞൊരു വിലക്കായിരിക്കും, കാരണം എനിക്കറിയാം ഇനി ഇത് വിറ്റാൽ എന്ത് വില കിട്ടാൻ സാധ്യത? ഇപ്പൊ വില ഡിമാൻഡ് ഉള്ളത് കൊണ്ട് 5 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ. കാരണം അത് ABS ഉള്ള മോഡൽ കിട്ടാനില്ല. ആദ്യം ഇറങ്ങിയ മോഡലിന് ABS ഉണ്ടായിരുന്നില്ല, ഇത് ABS ഉള്ള മോഡൽ. ഇതില് നല്ല ഡിമാൻഡ് ഉണ്ട്. ഒരുപാട് പേരോട് ചോദിക്കാറുണ്ട്, കൊടുക്കുന്നുണ്ട്. 5 ലക്ഷം വരെ എനിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അപ്പൊ ഞാൻ അത് ഓടിക്കാൻ ഉദ്ദേശം പറ്റുന്നത്രയും കാലം ഇത് തന്നെ ഓടിക്കാൻ താല്പര്യം. കാരണം അത് വളരെ രസമാണ്, സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നല്ല രസമാണ് ഓടിച്ചു പോകാൻ. ഈ പില്ലൻ റൈഡർക്ക് എങ്ങനെയുണ്ട് കംഫർട്ട്? ബാക്കിൽ ശരിക്കും ഈ സൂപ്പർ ബൈക്കുകളൊന്നും പില്യൻ കംഫർട്ട് അല്ല. എന്റെ വൈഫ് ആയ 3-4 പ്രാവശ്യം ആകെ കയറിയിട്ടുണ്ട് ഇത്ര വർഷത്തിനടുക്ക്. പില്യൻ കംഫർട്ട് ഇല്ല എന്ന് തന്നെ പറയാം. സിംഗിൾ റൈഡിനുള്ള വണ്ടികളാണ് ഈ സൂപ്പർ ബൈക്സ് എല്ലാം. പിന്നെ വല്ല ഹാർലി അങ്ങനത്തെയൊക്കെ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ റൈഡേഴ്സ് ഗ്രൂപ്പിൽ ബെനാലി ഉണ്ടോ? അതുകൊണ്ടുണ്ട്. ബെനാലി നമ്മുടെ ഗ്രൂപ്പുകളിൽ ഈ വണ്ടി ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. TRK ആണ് കൂടുതലും. TRK ഉണ്ട്. ഈ വണ്ടി അത് ഇഷ്ടംപോലെ. ഇതില്ല, ഇത് അവർ നിർത്തി കളഞ്ഞു. പിന്നെ ഡിമാൻഡുള്ള വണ്ടിയാണ്, പക്ഷെ അവർ നിർത്തി കളഞ്ഞുകൊണ്ട് പിന്നെ വണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വണ്ടികൾ. അപ്പോൾ ഇത് വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ, ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് പുള്ളിക്കുള്ള ഉപദേശം? വാങ്ങിച്ചോന്ന് തന്നെയാണോ? ധൈര്യമായിട്ട് വാങ്ങിക്കാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓടിച്ചുകൊണ്ട് നടക്കാനുള്ള, കാരണം നല്ല വെയിറ്റ് ഉണ്ട്, ഫ്രണ്ടിലേക്കാണ് ഇതിന്റെ വെയിറ്റ് കംപ്ലീറ്റ്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ എടുക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് എല്ലാം ഒതുങ്ങി കിട്ടൂല, ഒന്ന് ഓടിച്ച് മെരുക്കണം. ഒരു മെരുക്കാനായിട്ട് ഒരു 1 ഇയർ എടുക്കും, നന്നായിട്ട് മെരുക്കാൻ. അത് U-turn ഒക്കെ എടുക്കുമ്പോൾ ഇത് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് U-turn എടുക്കണമെങ്കിൽ കൗണ്ടർ ബാലൻസ് ചെയ്താണ് ഈ വണ്ടി എടുക്കേണ്ടത്, വെയിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്, നന്നായിട്ട് ഓടിക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ 2 വണ്ടികളും അധികം ഇല്ലാത്തതായതുകൊണ്ട് തന്നെ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. ബെനലിയുടെ കാര്യത്തിൽ പൊതുവെ എനിക്ക് മനസ്സിലായത് ഇന്ത്യയിലൊക്കെ ആദ്യകാലത്ത് തുടങ്ങിയ കുറേ ഡീലർഷിപ്പുകളൊക്കെ പൂട്ടിപ്പോവുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇവർ ഒന്ന് പിന്നിലേക്കായി പോയത്. പിന്നെ മാർക്കറ്റിംഗ് അങ്ങനത്തെ പരിപാടിയൊന്നും പൊതുവേ ഇല്ല, മാർക്കറ്റിംഗ് വളരെ പരസ്യമേ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് പിടിച്ച് നിന്ന് വാങ്ങിക്കുന്നവരുടെ കാര്യത്തിൽ അവരൊക്കെ വാങ്ങിക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അതിലുപരി രാജേഷ് കുറേ കാലം കൂടി കണ്ടതിലും വലിയ സന്തോഷമുണ്ട്. അപ്പം വീണ്ടും നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നത് ഏത് കാലത്ത് നോക്കിയാലും രാജേഷിനോട് ഇത് തന്നെയായിരിക്കും വണ്ടി എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ആയിക്കോട്ടെ, ശരി. അപ്പോൾ ഇനി ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് EV ആണ്, EVയുടെ ഉടമയാണ് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? എന്റെ പേര് സൗമ്യ. എന്തിനാ സൗമ്യ? ഞാൻ ഇവയിലാണ്, ഇൻഫോ പാർക്കില്. അതെ, എന്റെ നാട് ശരിക്കും തിരുവല്ലയാണ്. തിരുവല്ലയാണ്, അതെ. അപ്പം തിരുവല്ല പോയി വരുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? പോയി വരാറുണ്ട്, ഉണ്ട്. ആരാ ഈ വണ്ടി വാങ്ങിക്കാൻ ഉപദേശം? മാരീഡ് ആണോ? അല്ലല്ല, ഞാൻ മാരീഡ് അല്ല. അപ്പോൾ വണ്ടി വാങ്ങിക്കാൻ ശരിക്കും പറയുന്നത് വീട്ടുകാർ തന്നെയാണ്. കാരണം
അവർ ഈ ഒരു പെട്രോളിന്റെ വിലയൊക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ട് അവർ തന്നെ പറഞ്ഞു ഇനി നമുക്കൊരു EV ഒക്കെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഓട്ടം ഒന്നും ഇല്ല നമുക്ക്, ഈ പറയുന്ന തിരുവല്ല പോകുന്നത് വല്ലപ്പോഴും അല്ലെങ്കിൽ സിറ്റിയിലുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ. അപ്പൊ EV എടുക്കുന്നത് ഭയങ്കര ലാഭമാണോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ സിറ്റി യൂസ് ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ഇവിടെ എറണാകുളത്തെ ട്രാഫിക്കിൽ പെട്രോൾ കത്തിച്ച് കളയുന്നത് പോലും നോക്കുമ്പോൾ നമുക്കിത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. എങ്കിലും ഈ വണ്ടി എന്തുകൊണ്ട് നെക്സോൺ എന്നാണ്? അത് ഞാനിത് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2023 അപ്പൊ 2023 നമുക്ക് ചോയ്സസ് ഇച്ചിരി കുറവാണ്. ഒന്ന് ഇതുണ്ടായിരുന്നു, പിന്നെ MGയുടെ ZS EV ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളത് ടാറ്റ ടിയാഗോ ആയിരുന്നു. ടിയാഗോവും പിന്നെ മഹീന്ദ്രയുടെ നമ്മുടെ ഒരു XUV 400 അന്ന് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതിനെപ്പറ്റി അതൊരു റിവ്യൂസ് ഇല്ല. അപ്പോൾ MG ZS EV നോക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് വന്നപ്പോൾ അത് കുറച്ച് ഹയർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഇത് നോക്കിയപ്പം ഏകദേശം അതേ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനും ഉണ്ടായിരുന്നു. അപ്പൊ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ വാചകം അതേപടി നിലനിൽക്കുന്നുണ്ടോ? വാല്യൂ ഫോർ മണി. വാല്യൂ ഫോർ മണി ബാക്കി എല്ലാ ഫീച്ചേഴ്സിലും എനിക്ക് ഇതാണ്. പക്ഷെ റേഞ്ച് കമ്പനി പറയുന്ന റേഞ്ച് എനിക്ക് കിട്ടുന്നില്ല. എത്ര കിട്ടുന്നുണ്ട്? സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഓട്ടത്തിൽ എനിക്ക് 200 പോലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതെ അതെ, സിറ്റിയിൽ തന്നെ. അതെ അതെ, എനിക്ക് തോന്നിയിട്ടുള്ളത് EVയിൽ അതായത് ഈ ബാറ്ററി ഒന്ന് നിലനിർത്തണമെങ്കിൽ നമുക്ക് സ്പീഡ് കൺസിസ്റ്റൻസി ഭയങ്കര പ്രധാനമാണ്. അതായത് ഒരേ സ്പീഡിൽ പോകാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മുടെ സിറ്റി ട്രാഫിക്കിൽ പോകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്രേക്ക് ഔട്ടുന്നു, സ്പീഡ് എടുക്കുന്നു, ബ്രേക്ക് ഔട്ടുന്നു, സ്പീഡ് എടുക്കുന്നു. അപ്പൊ സ്പീഡ് കൺസിസ്റ്റൻസി കുറയുന്നത്. ഈ റീജനറേഷൻ അതിന് മാത്രം അങ്ങനെ കയറാറില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് കയറാറില്ല. പക്ഷെ ഞാനിപ്പോൾ തിരുവല്ല പോവുകയാണെങ്കിൽ തിരുവല്ലയിൽ നമുക്ക് ഹൈവേയിലൊക്കെ അല്ലെങ്കിൽ MC റോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്പീഡ് കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ എത്ര വരെ കിട്ടിയിട്ടുണ്ട്? അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 250 അടുത്ത് എന്നാലും അത്രയും എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഞാനത് അടുത്ത സർവീസിൽ ഞാനിതൊരു കംപ്ലൈന്റ് ആയിട്ട് തന്നെ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. 2 വർഷം ആയിട്ടുള്ളൂ. അപ്പം ബാറ്ററി കംപ്ലൈന്റ് വരാൻ സാധ്യതയില്ലെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം അവർ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത്. ഓട്ടം വളരെ കുറവാണ് ഇതിന്. അപ്പോൾ ഒരു 11,000 കിലോമീറ്റർ ഇതുവരെ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ സിറ്റി ഓട്ടങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ അപ്പം അടുത്ത സർവീസിൽ ഞാനത് ഒരു കംപ്ലൈന്റ് ആയിട്ട് റേസ് ചെയ്യും. നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങളുടെ ഓഫീസിലൊക്കെ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും. അവരോട് ചോദിച്ചിട്ടുണ്ടോ അവർക്ക് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത്? EV ഉപയോഗിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ പരിചയത്തിൽ വളരെ കുറവാണ്. കാരണം സർപ്രൈസിംഗ്ലി എൻ്റെ ജനറേഷനിലെ ആൾക്കാർ തന്നെയാണ് എന്തിനാണ് സൗമ്യ EV എടുക്കുന്നത്, ഹൈബ്രിഡ് ആണേലും പോരെന്നൊക്കെ ചോദിച്ചത്. അപ്പം എൻ്റെ പരിചയത്തിൽ അങ്ങനെ EV ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഒരുപാട് ഫീഡ്ബാക്ക് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും വളരെ കുറവാണ്. 200-250 ഒക്കെ വളരെ കുറവാണ്. അപ്പൊ എന്തായാലും കാര്യമായിട്ടൊന്ന് നോക്കിക്കേണ്ടതുണ്ട്. ചാർജിങ് ടൈം എങ്ങനെയുണ്ട്? സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫാസ്റ്റ് ചാർജ് ആണോ വീട്ടിലാണോ? വീട്ടിലാണ് കൂടുതലും ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ഈ പറയുന്ന പോലെ വീട്ടിൽ തന്നെയുള്ള അതിന്റെ ചുറ്റുമുള്ള ഓട്ടങ്ങളാണ്. അപ്പൊ ഇത് 3.3 കിലോവാട്ടിന്റെ ബാറ്ററിയാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു 16 മണിക്കൂർ എടുക്കും. ഇതിന്റെ തന്നെ 7.2 കിലോവാട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഈ പറയുന്ന പോലെ നമ്മളുടെ ട്രാൻസ്ഫോമറിൽ പവർ കൂടുതൽ വേണം, അല്ലെങ്കിൽ നമ്മുടെ ലോഡ് പവർ കൂടുതൽ വേണം. അപ്പോൾ അത് ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് 3.3 എടുത്തത്. അപ്പോൾ ഇതൊരു അതായത് 0 to 100 ഈ പറയുന്ന 16 hours എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുത്തിയിടുമ്പോൾ എന്തായാലും ഒരു 20 കുത്തിയിടുകയാണെങ്കിൽ 10-12 മണിക്കൂർ. അപ്പം രാത്രി കൊണ്ട് അതെ. അപ്പൊ ഇത്രയും കാലം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ EV വാങ്ങിക്കാൻ വേണ്ടി സജഷൻ ചോദിച്ചാൽ EV വാങ്ങിച്ചോളാൻ പറയും? ഞാൻ തീർച്ചയായിട്ടും പറയും. പക്ഷേ ഈ പറയുന്ന പോലെ റേഞ്ചിന്റെ ക്ലെയിം ഒന്ന് ശരിക്കും അന്വേഷിച്ചിട്ട് വേണം ചെയ്യാന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു MG അല്ലെങ്കിൽ ബാക്കിയൊക്കെ വാഹനങ്ങൾക്ക് ഒരുമാതിരി അത്യാവശ്യം ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അവര് പറയാൻ ചിലപ്പോൾ പോകുന്നത് ഡ്രൈവിംഗ് പാറ്റേൺ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ആകാം, അല്ലെങ്കിൽ വേറെ ചാർജിങ് പാറ്റേൺ ഒക്കെ മാറ്റിയെടുക്കണം എന്ന് പറയുമായിരിക്കും. എന്തായാലും ഞാൻ ഓരോ സജഷൻസ് എല്ലാം കേട്ടിട്ട് തന്നെ ഞാനത് തീരുമാനിക്കുള്ളൂ. അതെ. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ? പവർ. അതെ, പവർ അന്യായ പവറാണ്. നമുക്ക് ആ ഒരു ഇത് ഈ ഒരു പവർ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടിയെ കയറുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ പവറാണ്. പിന്നെ കുറ്റബോധം ഇല്ലാതെ എന്താ പറയാ ട്രാഫിക്കിൽ എത്ര നേരം വേണേലും നിർത്തിയിടാം എന്നുള്ളതാണ്. അതെ, പിന്നെ വെറുതെ പാർക്ക് ചെയ്തിടാൻ പോലും നമുക്ക് AC ഇട്ട് സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാം. ഒരു അരമണിക്കൂർ AC ഇട്ടാലും നമുക്കൊരു 1% ചാർജ് ഒക്കെ പോകാറുള്ളൂ. അതെ അതെ. ദീർഘദൂരമൊക്കെ ഓടിച്ചോ? ഞങ്ങള് സ്റ്റേറ്റ് വിട്ട് പോയിട്ടില്ല ഇതുവരെയും. പോയിട്ടുള്ള ലോങ് ഡിസ്റ്റൻസ് പറയുന്നത് മൂന്നാർ തേക്കടിയൊക്കെയാണ്.
അന്നേരം ഈ പറയുന്ന പോലെ ഈ പറയുന്ന റീജനറേഷൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി അവിടെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതായത് ഞാൻ മൂന്നാർ കയറാൻ ഇവന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചാർജ് തീരും. എന്നിട്ട് അവിടുന്ന് ചാർജ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് അടിമാലി വരെ വന്നത് ഒരു 2% കുറവിൽ മാത്രമാണ്. അതായത് റീജനറേറ്റ് ചെയ്ത് 2% മൂന്നാർ തൊട്ട് അടിമാലി വരെ എനിക്ക് അതായത് കൺസ്യൂം ചെയ്തു 2%. സാധനം എല്ലാവർക്കും ഒരു പേടിയാ, മൂന്നാറിലേക്ക് കയറുമ്പോൾ തീരെ ലോ ചാർജ്, പക്ഷെ തിരിച്ചു ഫുൾ കിട്ടും, പേടിക്കേണ്ട കാര്യമില്ല കാര്യത്തില്. മറ്റ് EV-കൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ MG CV ആണ് ഓടിച്ചു നോക്കി. പിന്നെ ഈ അടുത്ത് മറ്റേ നമ്മുടെ ടാറ്റ പഞ്ചീവി ഓടിച്ചു നോക്കി. രണ്ടും നല്ലതാണ്. EV-യുടെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം നല്ലതാണ്. അപ്പൊ ഇനി തുടർന്നുള്ള കാലം EV-യിൽ തന്നെ നിലനിൽക്കുമോ? മിക്കവാറും എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ EV തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ ഒരു EV-ലോട്ട് തന്നെ ആയിരിക്കും അടുത്തതും പോകാൻ പോകുന്നത്. അതെ, അങ്ങനെ ടാറ്റയിൽ നിന്നൊരു മാറ്റം, ബ്രാൻഡ് മാറാനുള്ള സാധ്യത ഉണ്ട്. ടാറ്റയിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പം എന്തായാലും ഞാനിത് എന്തായാലും ഒരു 5 years കൂടെ എന്തായാലും ഉപയോഗിക്കും. മാക്സിമം ഉപയോഗിച്ച് തന്നെ തീർക്കാനാണ് ഞാൻ നോക്കുന്നത്. അപ്പം അപ്പോഴത്തേക്ക് ടെക്നോളജി ഒക്കെ മാറും, നമ്മുടെ ചാർജിങ് പീരീഡും എല്ലാം മാറും, ബാറ്ററി ചീപ്പാവും. അങ്ങനെ അടുത്ത കാലത്ത് വന്നതിൽ ശ്രദ്ധിച്ച EV ഏതാ കൊള്ളാമല്ലോ തോന്നിയത്? എനിക്ക് MG-യുടെ സൈബർസ്റ്റർ അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ റോഡുകൾക്ക് പറ്റിയതല്ലെങ്കിലും പക്ഷെ നല്ലൊരു ഇതാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ്, EV-കൾ ഉപയോഗിക്കാൻ സമയമായോ എന്നൊക്കെ ചോദിക്കുന്നവരോട് EV ഉപയോഗിക്കുന്നവരെല്ലാവരും പറയും സമയമായെന്ന്. കാരണം അത്രയധികം ഗുണങ്ങളുണ്ട്. നിങ്ങൾ ചില 1-2 ചെറിയ ദോഷങ്ങൾ മാറ്റി നിർത്തിയാൽ അത്രയധികം ഗുണങ്ങളുണ്ട്. പ്ലാനിങ് വേണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ കുഴപ്പത്തിലാവും. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലാഭകരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റേഞ്ച് കുറവാണ്. അതെന്തെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിരിക്കാം. ഡ്രൈവിംഗ് പാറ്റേൺ സിറ്റി മാത്രം ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ആയിരിക്കില്ല എൻ്റെ പ്രശ്നം, മറ്റെന്തെങ്കിലും സംഭവമായിരിക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ കാണാൻ വിടും. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഒക്ടോബർ 26 വരെയാണ് നിങ്ങൾക്ക് NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫെയർ കാണാം. ബൈ.